ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അതായത് ഞാൻ ഇവിടെ നിത്തുവിനെ രീതിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം. ഓണത്തിൻ്റെ ചെറിയൊരു ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകണ ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ് എടുക്കാൻ പോണത്. നമ്മളിപ്പോൾ പാലക്കാടാണ് അല്ലെങ്കിൽ എപ്പോഴും പോവാറ്. നമുക്ക് പാലക്കാട് പോകാനുള്ള ഒരു ടൈം ഇല്ല. കാരണം ഇവരെ രണ്ടാളും വെച്ച് നമുക്ക് പാലക്കാട് പോകാൻ ഭയങ്കര റിസ്ക്കാണ്. രണ്ടാളും ഭയങ്കര കരച്ചിലാവും. പിന്നെ നിത്തു അത് വേണം പറഞ്ഞിട്ട് ഭയങ്കര വാശിയാവും. അവൾക്ക് എന്ത് ഡ്രസ്സ് ഇടാലും ആ ഡ്രസ്സ് തന്നെ വേണം പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് വാശി പിടിക്കും. അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുപോയി ഷോപ്പിംഗ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ മാത്രമാണ് ഇന്ന് ഷോപ്പിങ്ങിന് പോണത്. ഇവിടെ നമ്മൾ പത്തിരിപ്പാലയായിട്ടാണ് പോണത്. പത്തിരിപ്പാല ഞാൻ കുറച്ച് ദിവസം മുന്നേ പോയിട്ടുണ്ടായിരുന്നു, ഫാബിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ര കളക്ഷൻ എനിക്ക് കുട്ടികളേക്ക് അത്ര പറ്റിയില്ല കേട്ടോ. പക്ഷെ നല്ല വേറെ കളക്ഷൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ എനിക്കെന്തോ ഇവരുടെ ഡ്രസ്സ് എനിക്ക് അത്ര ഓക്കെ ആയില്ല. ഞാനപ്പോൾ അവിടെ നിന്ന് എടുത്തില്ല. ഇനിയിപ്പം വേറൊരു ഷോപ്പിലോട്ട് പോയി നോക്കാൻ പറഞ്ഞിട്ടാണ്. അവിടെ പോയിട്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ, രണ്ടാളുടെ ഡ്രസ്സ് എടുത്ത് നോക്കട്ടെ. കിട്ടിയാണെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ തിരിച്ച് വീണ്ടും വരും. അപ്പൊ നേരെ നമുക്ക് പോണ വഴിക്ക് ബാക്കി വിശേഷങ്ങളാണ്. ഇപ്പൊ തന്നെ ടൈമായി, ഞാൻ വേഗം ഇറങ്ങട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ രണ്ടാളെ വീട്ടിലാക്കിയിട്ടല്ലേ വന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവരടിയാവും, പിന്നെ ഒരാൾ കരച്ചിലാവും. അപ്പോഴേക്കും വേഗം വരുവും വേണ്ട. അപ്പം ഞാൻ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഇനി ഷോപ്പിലോട്ട് പോവാണ്. ഇവിടെ പോയിട്ട് എനിക്കൊരു ബ്ലൗസ് പീസ് വാങ്ങാണ്ടായത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ നോക്കാൻ വേണ്ടി മേലെ കയറിയതാണ്. സംഭവം കിട്ടിയില്ല കേട്ടോ. പിന്നെ നേരെ നിത്തുനും നിധിക്കുള്ള ഡ്രസ്സ് നോക്കാൻ നേരെ കയറി. ഇവിടെ പോയപ്പോൾ ഇത് വേറെ ഷോപ്പാട്ടോ. ഇവിടെ പോയപ്പോഴാണെങ്കിൽ നിധിക്കുള്ളത് ഓക്കെ കിട്ടി, പക്ഷെ നിത്തുവിന് കിട്ടിയില്ല. ഇവിടെ 3 വയസ്സേ ഉള്ളൂ പറഞ്ഞു കുട്ടികൾക്കുള്ളത്, അതുകൊണ്ട് കിട്ടിയില്ല. നിത്തുവിന് വേറെ എടുക്കണമായിരുന്നു. മൊത്തം ഞാൻ 3 ഷോപ്പിലോളം കയറി. 3 ഷോപ്പിൽ കയറിയിട്ടും നിത്തുവിന് ഡ്രസ്സ് കിട്ടില്ല. കാരണം നിധിക്ക് 2 ഡ്രസ്സ് എടുക്കാൻ തന്നെ ടൈം പോയി. അതായത് ഒന്ന് ഓണത്തിന് സെറ്റായിട്ട് പിന്നെ വേറെ ഒന്ന് എടുക്കണം, അങ്ങനെ സമയം പോയി കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് നേരെ നാളെ അത്തമല്ലേ. അപ്പോൾ ഈ പൂവിടാൻ വേണ്ടിയിട്ട് നേരെ പൂവൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നേരെ അമ്മായിൻ്റെ മോൻ്റെ കട കേട്ടോ, അവിടേക്ക് നേരെ വന്നു. അങ്ങനെ ഞാൻ വീടെത്തി. നിധിക്ക് 2 ഡ്രസ്സ് എടുത്തു കേട്ടോ. നിത്തുവിന് എടുത്തിട്ട് ഇനി നിത്തുവിന് വീണ്ടും ഡ്രസ്സ് എടുക്കാൻ പോകണം. നിധിക്ക് ഒരു സെറ്റിൻ്റെ എടുത്തു, പിന്നെ ഒരു സാധാ ഒരു ഉടുപ്പ് വരുത്തി എടുത്തു. അപ്പോൾ 2 ഡ്രസ്സ് ഒന്ന് ഓണത്തിന് സെറ്റായിട്ട് ഇടാമല്ലോ. അങ്ങനെ അവൾക്കുള്ള 2 സെറ്റായി. ഇനി നിത്തുവിന് മാത്രം എടുക്കണം, അത് ഞാൻ ഒരിക്കൽ പോകണം. പിന്നെ രാത്രിയായി. പൂവെല്ലാം സെറ്റ് ചെയ്ത് നാളേക്ക് റെഡിയാക്കാൻ വെച്ചു. കാരണം നാളെ രാവിലെ ഒന്നും നടക്കില്ല. കാരണം പൂവിടാനും ഇവർ എണിക്കലും ബഹളവും എല്ലാം കൂടി നടക്കില്ല. അപ്പോൾ എല്ലാം കൂടി സെറ്റ് ചെയ്തെല്ലാം കട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ 2-3 ദിവസത്തിനായല്ലോ. അപ്പം അതെല്ലാം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് അങ്ങനെ എല്ലാം ഓരോരോ കവറിലാക്കി ഞാൻ വെക്കും കേട്ടോ. കാരണം അതാകുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് കുറച്ച് എടുത്തിടാമല്ലോ. ആ സമയത്ത് പോയിട്ട് ഇരുന്ന് കട്ട് ചെയ്യാൻ നിൽക്കണ്ടല്ലോ. ആ ചെണ്ടുമല്ലിയും ജമന്തി എല്ലാം വൃത്തിയാക്കി റെഡിയാക്കി വെച്ച് കവറിലൊക്കെ കെട്ടി നേരെ ഫ്രിഡ്ജിലായിട്ട് വയ്ക്കുക. അപ്പോൾ ഒരു 3-4 ദിവസത്തിന് പിന്നെ പേടിക്കാനില്ല കേട്ടോ. നമുക്ക് നല്ല സന്തോഷമുണ്ടാവും. നല്ല ഫ്രഷ് പൂവാണ്, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂവെല്ലാം സെറ്റായി. അങ്ങനെ ഇന്നലെ വരാൻ തന്നെ ഒരുപാട് ലേറ്റായി. പിന്നെ വന്ന് പൂവെല്ലാം കട്ട് ചെയ്തെല്ലാം റെഡിയാക്കാൻ തന്നെ. കാരണം മൊത്തം ഞാൻ 3 ഷോപ്പിൽ കയറി. ഒരു ഷോപ്പിൽ കയറിയിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. പിന്നെ 2 കയറി. പിന്നെ നിത്തുവിന് അങ്ങനെ നിത്തുവിനുള്ളത് കിട്ടിയില്ല. കാരണം എനിക്ക് തിരയാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവൾക്ക് 2 ഡ്രസ്സ് എടുക്കണം. അപ്പോൾ 2ഉം വേറെ വേറെ രീതിയിൽ എടുക്കുമ്പോൾ അതിനുള്ള സമയം ഒരുപാട് പോകാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നിത്തുവിന് ഡ്രസ്സ് എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അവൾക്ക് എടുക്കാത്തോട് ഭയങ്കര സങ്കടമായി. ഇനിയിപ്പോൾ അവൾക്ക് എടുക്കാൻ വേണ്ടി ആദ്യം പോകണം കേട്ടോ ഒരു ദിവസം. പിന്നെ എനിക്ക് എടുക്കണം വിചാരിച്ചു, എനിക്ക് എടുക്കാനും പറ്റിയില്ല. കാരണം ഇവൾക്ക് എടുക്കാൻ തന്നെ ടൈമായി. നിധിക്ക് എടുക്കാൻ തന്നെ 2 ഡ്രസ്സ് എടുക്കാൻ തന്നെ ടൈമായി. അത് നമുക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് കുറെ കാണിച്ചു തന്നു. പിന്നെ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് എനിക്ക് കിട്ടണം, അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെടൂല. അപ്പൊ അതിനുവേണ്ടി കുറേ സമയം പോയിട്ടോ. പിന്നെ ഇവള് ഒന്ന് ഉറങ്ങി എണിക്കുകയൊക്കെ ചെയ്തു. അമ്മനെ വിളിച്ച് വെച്ചിട്ട് ഒന്ന് ഉറങ്ങി എണിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഫീഡ് ചെയ്യേണ്ടതല്ല, കുഞ്ഞു കുട്ടിയില്ല, അവൾക്ക് പാല് മാത്രമല്ലോ കുടിക്കണം. അപ്പൊ അവൾക്ക് വിശക്കാനും തുടങ്ങും. അപ്പൊ ഞാൻ വേഗം തന്നെ പിന്നെ അവൾക്ക് സെറ്റല്ലോ, ഒരാൾക്കെല്ലാം റെഡിയായില്ല, 2 ഡ്രസ്സ് എടുത്തല്ലോ, ഇനിയിപ്പോ അടുത്ത ആൾക്കെല്ലാം എടുക്കാനുള്ളൂ പറഞ്ഞിട്ട് അങ്ങനെ ശരി ഒരാളുടെ കാര്യം ഓക്കെ ആയതുകൊണ്ട് തിരിച്ചങ്ങനെ ഞാൻ വന്നു. പെരുന്നാളിക്ക് തന്നെ പൂവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പൂ വന്നിട്ട് എൻ്റെ അമ്മായിൻ്റെ മോൻ്റെ കട കേട്ടോ. അവിടെ വന്ന് ഞാൻ കുറച്ച് പൂവൊക്കെ മേടിച്ചു. കാരണം നാളെ ഇനി 10 പൂവിടാനൊന്നും പോയില്ല. കാരണം പണ്ട് പറഞ്ഞാൽ നമുക്ക് എല്ലാവിടെയും പൂ കിട്ടുന്നു. ഇപ്പോൾ പറഞ്ഞാൽ പൂ എവിടെയില്ല. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഇപ്പോൾ മേടിച്ചിട്ട് തന്നെ കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസത്തിനുള്ള പൂ മേടിച്ചു. പിന്നെ ഞാൻ ആ ടൈമിലോട്ട് പൂ മേടിക്കാമല്ലോ, ഒക്കെ മേടിക്കാം, ഫ്രഷ് ആയിട്ട് മേടിച്ചു വേണം, വെറുതെ വെച്ച് ചീത്തയാക്കണ്ടല്ലോ. അപ്പോൾ കുറച്ച് പൂ മേടിച്ചു. അങ്ങനെ വീട്ടിലൊക്കെ വന്ന് സെറ്റായി, ഒന്ന് കട്ട് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചു. ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റില്ല, അതാണ് ഇപ്പം ഇന്ന് രാവിലെ ഞാൻ ഈ ഒരു ലാസ്റ്റ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ മാവേലി വെക്കുന്നുണ്ട് കേട്ടോ. മാവേലി ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്വന്തം അടിപൊളി ക്യൂട്ട് മാവേലി വാങ്ങിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത്രയുള്ള വിശേഷം. ഇനിയിപ്പോൾ അടുത്തൊരു വീണ്ടും ഞാൻ ഷോപ്പിങ്ങിന് പോകണം വേണ്ടി എനിക്ക് സങ്കടം വരും. ഇനി നിത്തൂന് എടുക്കണം, എനിക്ക് എടുക്കണം, അമ്മയ്ക്ക് എടുക്കണം, എല്ലാവർക്കും എടുക്കണം. അപ്പം ഇനിയിപ്പോൾ അതിന്റെ കുറച്ച് പാടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഇറങ്ങാന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ.